ദിശ പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ദൂരദർശൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് പുറത്തു കൊണ്ടുവന്ന സ്കീമാണ് ദിശ, ഡിസൈനിങ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് 2 അതിഥികളാണ്. ഒന്ന് ശ്യാമ എസ് പ്രഭ, ആക്ടിവിസ്റ്റാണ്. 2 അഡ്വക്കേറ്റ് ലിജിത്ത് TK. തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം, ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അല്ലേ, ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ജെൻഡർ എന്നുള്ള ആശയം തന്നെ സമൂഹം കണ്ടിരിക്കുന്നത് വളരെ സ്റ്റീരിയോടിപ്പിക്കലായിട്ട് മാത്രമാണ്. അപ്പോൾ ആൺ പെൺ ഭേദങ്ങൾക്കപ്പുറത്തേക്കുള്ള മനുഷ്യരെ പലപ്പോഴും സ്വാഭാവികതയുള്ള മനുഷ്യരായിട്ട് പോലും അംഗീകരിക്കാൻ സാധിക്കുന്നൊരു മാനസികാവസ്ഥയിലേക്ക് പൊതുസമൂഹം എത്തിയിട്ടില്ല എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ടും ആൺകുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിച്ചാൽ ആ ജനനം തുടങ്ങി നമ്മൾ കൽപ്പിച്ചു പോരുന്ന ചില റോളുകളും എക്സ്പ്രഷൻസും ഉണ്ട്. അപ്പോൾ അത് ആണാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പൊതുബോധത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ആ പൊതുബോധത്തിന് വിരുദ്ധമായി നിലനിൽക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയിൽ പലപ്പോഴും കുടുംബം, അതോടൊപ്പം വിദ്യാഭ്യാസ ഇടങ്ങൾ, മതമടക്കമുള്ള എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു തിരസ്കരണം അല്ലെങ്കിൽ അന്യവൽക്കരണം ഇത്തരം മനുഷ്യർ നേരിടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഇടപെടലുകൾ മാറേണ്ടതുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇപ്പോഴും ഇതിനെ വളരെ മാനസിക രോഗമായിട്ടോ അല്ലെങ്കിൽ വിഭ്രാന്തിയായിട്ടോ അല്ലെങ്കിൽ നല്ല അടി കൊടുത്താൽ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന അസുഖമായിട്ടോ ഒക്കെ കാണുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഇത് കുടുംബങ്ങളെയൊക്കെ ആ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പരിച്ഛേദം കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ തന്നെ കിട്ടുന്ന ഒരു പിന്തുണ ഇല്ലായ്മ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഭീകരമാണ്. നമ്മൾ ഈ മനുഷ്യർ പലപ്പോഴും ആണും പെണ്ണും കെട്ടതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എത്രത്തോളം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഈ മനുഷ്യർ കടന്നു പോകുന്നതിനെ പറ്റി പോലും പലപ്പോഴും ആരും ചിന്തിക്കുന്നില്ല. എല്ലാ മനുഷ്യരും സമൂഹത്തിൽ ആത്മാഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാകുമ്പോൾ ഈ മനുഷ്യർ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ പറ്റി പോലും ആധികാരികമായി മറ്റൊരു മനുഷ്യൻ സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എന്നെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് പരമ്പരയായിട്ടുന്ന അസുഖമൊന്നുമല്ല, എവിടെയും ഇത്തരം കുട്ടികൾ ജനിക്കാം. അപ്പോൾ അതിനെ ഒരു പൊതുബോധത്തിന് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഇടങ്ങളിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം നേടുന്നതിൽ കാര്യമായ പ്രതിസന്ധി ഉണ്ടാകുന്നു, മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിൽ അപര്യാപ്തത ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും അല്ലെങ്കിൽ സാമൂഹിക ഇടങ്ങളിൽ നടക്കുന്ന പങ്കാളിത്തം പോലും പലപ്പോഴും ഈ മനുഷ്യരുടെ ഒരു മുഖ്യധാരയിലേക്കുള്ള കടന്നുവരവിനെ ഇല്ലാതെയാക്കുന്നുണ്ട്. അപ്പം ഒരു ഇടങ്ങളിലേക്കും നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ അസ്തിത്വം ഉറപ്പിച്ചുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കാത്തൊരു സംവിധാനമുണ്ട്. അത് തുടരുന്നുണ്ട് എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ജീവിത നിലവാരം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുത. തീർച്ചയായിട്ടും. സർ, സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ഈ വെല്ലുവിളികൾ? ഇതിൽ പറയാൻ ആണെങ്കിൽ സുപ്രീം കോടതി 2018 നവ്തേജ് സിംഗ് ജോഹാർ കേസിൽ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്, ഹിസ്റ്ററി ഓഫ് ആൻ അപ്പോളജി ടു ദ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. അതുതന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ അവഗണനയുടെ നേർസാക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. സർ, അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിച്ചാൽ? അതായത് അത് കുറച്ച് ഡീപ്പായിട്ട് വിശദീകരിക്കേണ്ട ഒരു മാറ്ററാണത്. അത് 2001 മുതൽ തുടങ്ങി 2018 വരെ നിൽക്കുന്ന ഒരു 2 ഹൈക്കോടതി വിധിയും അതിനുശേഷമുള്ള ഹൈക്കോടതി വിധി റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയും ആ സുപ്രീം കോടതി വിധിയെ റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയാണ് ഈ 2018 വിധി വന്നിരിക്കുന്നത്. ശരിക്കും ആ ഒരു അപ്പോളജി എന്ന് പറയുന്നത് ഇവരെ ഹിസ്റ്ററി മാറ്റി നിർത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അതെന്നാൽ ആ അപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് 1950 നമുക്കൊരു ഭരണഘടന വന്നു. അതിൻ്റെ അകത്ത് എല്ലാവർക്കും സമത്വം, നീതി, എല്ലാ അവകാശങ്ങളും നേടിക്കൊടുത്തു. നമുക്കിവിടെ എല്ലാവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു, എല്ലാവർക്കും നീതി പറയുന്നു, നീതി നിഷേധത്തെ പറ്റി പറയുന്നു. ഇവരെ പറ്റിയിട്ട് ഒരു
ആരും തന്നെ ചർച്ച പോലും ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ നീതി നിഷേധമെന്ന് പറയുന്നത്. അവരിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടോ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും എത്ര ലിറ്ററേച്ചറുണ്ട്? ലിറ്ററേച്ചർ വളരെ കുറവാണ്. അതിൻ്റെ അർത്ഥം ഇതിനെപ്പറ്റി ആരും കാര്യമായ ഗഹനമായ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. 2014 നൽസ ജഡ്ജ്മെൻറ്റിലാണ് ആദ്യമായി തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം, ഒരു സുപ്രീം കോടതി വിധി തന്നെ ഒരു പഠന വിഷയമായിട്ട് കൊണ്ട് തന്നെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തേർഡ് ജെൻഡറായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്, അംഗീകരിക്കുകയും ചെയ്യുന്നത് ആ സമയത്താണ്. അപ്പോൾ 10 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഈ കൺസിഡർ ചെയ്യാത്തത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ചരിത്രാതീത കാലം മുതൽ എന്നിട്ട് അവസാനത്തെ ഒരു 10 കൊല്ലം, മനുഷ്യകുലത്തിൻ്റെ അവസാനത്തെ 10 കൊല്ലത്തിലെ കഥ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ. സാർ, ഇപ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ, ഇപ്പോൾ ഇതിനുള്ള നിയമങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, പക്ഷേ ഇതൊന്നും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബോധവൽക്കരണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്തായിരിക്കും ശരിക്കും മാഡം? ശരിക്കും ഇപ്പം സാറോടെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇപ്പോൾ തേർഡ് ജെൻഡർ എന്നുള്ള വാക്കിനോട് സുപ്രീം കോടതി തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് തേർഡ് ജെൻഡർ. പക്ഷേ ആ ഒരു ഉപയോഗിച്ചൊരു സാഹചര്യത്തെ നമ്മൾ ആ രീതിയിൽ പരിഗണിക്കുമ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തേർഡ് ജെൻഡറായിട്ട് പരിഗണിക്കുമ്പോൾ ദെൻ ഹൂ ഈസ് ഫസ്റ്റ് ജെൻഡർ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആരാണ് ഒന്നാം ലിംഗക്കാർ, അല്ലെങ്കിൽ രണ്ടാം ലിംഗക്കാർ ആരാണ്? സ്ത്രീകളെയാണോ രണ്ടാം ദിന പൗരത്വത്തിലേക്ക് പരിഗണിക്കാൻ പോകും? അപ്പോൾ അതൊരു പൊളിറ്റിക്കലി ഒട്ടും കറക്റ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ വിമർശിക്കുന്നതല്ല, മറിച്ച് അത്തരൊരു പദപ്രയോഗം ഉണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. നോക്കൂ, ഇപ്പം ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി വളരെ കൃത്യമായി 2014 കൊണ്ടുവന്നൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റാണ് ശരിക്കും എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കുറേയധികം മനുഷ്യരെ സംബന്ധിച്ച് ഞങ്ങൾക്കിവിടെ നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ റൈറ്റ്സും ഈ മനുഷ്യർക്ക് കൂടെ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിന് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരുകളാണെങ്കിലും അതിനകത്ത് വേണ്ട രീതിയിൽ ഇടപെടണം എന്നുള്ളതാണ്. അതൊരു എനിക്കൊന്നു ഏകദേശം 200 എത്രയോ പേജുകളുള്ള വളരെ സമഗ്രമായൊരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയുടേത്. അപ്പോൾ അതിൽ ഏതൊക്കെ മേഖലകളിൽ ഇൻജസ്റ്റിസ് ഉണ്ട്, അതിനെ പരിഹരിക്കാൻ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് ചെയ്യേണ്ടതിനെപ്പറ്റി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഒരു ട്രാൻസ്ജെൻഡർ ഇൻ്റർസെക്സ് നയം ഉണ്ടാകുന്നത്. അത് കൃത്യമായി ഒരു ആക്ഷൻ പ്ലാനോട് കൂടി തന്നെ ഒരു പഠനം നടത്തി ഏതൊക്കെ മേഖലയിലാണ് ഈ ഒരു അസമത്വം നിലനിൽക്കുന്നത്, ഏത് രീതിയിൽ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും, ഏതൊക്കെ വകുപ്പുകളാണ് അതിനകത്ത് ക്രിയാത്മകമായി ഇടപെടേണ്ടത്. അത് വളരെ ഒരു ആക്ഷൻ ഓറിയൻ്റഡായി തന്നെ നിലനിൽക്കുന്നൊരു പോളിസിയാണ്. ആ പോളിസി 2015 മുതൽ നിലവിലുണ്ട് എന്ന് പറയുമ്പോഴും ഏകദേശം 2018 ശേഷമാണ് ആ പോളിസി ഒരുപക്ഷെ ഫലവത്തായി നടപ്പിലാക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന നിയമം പോലും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. പക്ഷേ എത്രത്തോളം അവകാശങ്ങൾ അതിനകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെപ്പറ്റി ആ നിയമം വായിക്കുന്ന സമയത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് ഒരു പൈറസി എന്നുള്ള നിലയിൽ നമ്മൾ ഈ പറയുന്ന ഒരു അനധികൃതമായി ആ ഫിലിം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഏകദേശം 3 വർഷത്തോളം പണിഷ് ചെയ്യാനുള്ളൊരു ഒഫൻസാണത്. പക്ഷേ ഈ നിയമത്തിൽ, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നിയമത്തിൽ പറയുന്നത്, ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്ഷൽ അബ്യൂസിലൂടെ പോലും കടന്നു പോയി കഴിഞ്ഞാൽ പരമാവധി 2 വർഷം വരെയുള്ള ശിക്ഷ മാത്രമേ എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യനെ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം പരിഗണന നമ്മുടെ നിയമ സംവിധാനങ്ങളും പൊതു ഇടങ്ങളും പൊതുസമൂഹവും ഒക്കെ തന്നെ ഈ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഉദാഹരണമാണ് ഈ പറയുന്ന നിയമം പോലും. അപ്പോൾ അപര്യാപ്തമായ പല കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു പൂർണ്ണതയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെവലിലേക്ക് പലപ്പോഴും എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിയമമാണെങ്കിലും നിലനിൽക്കുന്ന സംവിധാനങ്ങളാണെങ്കിലും. ഇപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞൊരു പോയിന്റ്, ഈ ഹൈറാർക്കി എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ 3 കുട്ടികൾ എന്നുള്ള രീതിയിൽ കണ്ടാൽ എനിക്ക് തോന്നുന്നു അതിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ 3 കുട്ടികൾ, അതിൽ എന്താ പറയുക, ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി എന്നുള്ള രീതിയിലല്ല. देश भर के 300 से भी अधिक संविधान सभा के सदस्यों की अथक परिश्रम और जोरदार मंथन के बाद भारत के लोगों ने स्वयं को अमृत कलश के रूप में दिया एक नायाब उपहार, संविधान। गर्व है हमें अपने संविधान पर, जो हमें प्रकाश और आगे बढ़ने की प्रेरणा प्रदान करता है।
स्वतंत्रता की 75 साल की गौरवपूर्ण यात्रा हमने इसकी मदद से पूरी की। समय समय पर जरूरत के अनुसार इसे और बेहतर किया। वंचितों तक इसकी पहुंच को और आसान बनाने को प्रतिबद्ध हैं हम। इसलिए लोकतंत्र के 75वें वर्ष में पूरे वर्ष हम करेंगे संविधान समर्पित। सबको न्याय, हर घर न्याय, नव भारत नव संकल्प, विधि जागृति जैसे विविध अभियानों का आयोजन, संविधान में लिखी समानता, कर्तव्य और अधिकारों के आधार पर ही हम संकल्प से सिद्धि की मंजिल भी हासिल करेंगे। हमारा संविधान, हमारा सम्मान। നിയമത്തിൻ്റെതായിട്ടുള്ള അവകാശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആക്സസിബിലിറ്റി ഇവർക്കുണ്ടോ, അല്ലെങ്കിൽ ഇവരത് ആക്സസ് ചെയ്യാൻ വേണ്ടി മുതിരുന്ന സമയത്ത് എന്തെങ്കിലും ചലഞ്ചസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ടോ? ഇവരെല്ലാ മേഖലകളിലും ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോലെ തന്നെ ഒരു ചലഞ്ചസാണ് ലോയിൽ വരുമ്പോഴുള്ളത്. ഇപ്പോൾ 2019 ശേഷം, അതായത് 2019 2014 ശേഷമാണ് ഇങ്ങനെ ഒരു റൈറ്റ് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം 2017 പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റ് പ്രകാരം റൈറ്റ് ടു പ്രൈവസി വന്നു. അതിനുശേഷമാണ് റൈറ്റ് ടു പ്രൈവസി എന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷമാണ് എല്ലാവരും ഈ ജസ്റ്റിസിലേക്ക് ആക്സസിലേക്ക് വരുന്നത്. സമൂഹത്തിലുണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ ഈ ജസ്റ്റിസിലേക്ക് ആക്സസിലേക്ക് വരുമ്പോഴും, നിയമത്തിലേക്ക് വരുമ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അധികം നാളായിട്ടുള്ള 3-4 വർഷങ്ങളായിട്ട് വളരെയധികം ശക്തമായിട്ട് ഇവർക്ക് നിയമത്തിൻ്റെ നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച്, പഴുതല്ല നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നേറാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെഡിക്കൽ ടെസ്റ്റുകൾ ക്യൂർ ഫോബിയ അത് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു സൈക്കാട്രിക് പ്രോബ്ലം ആണെന്ന് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റുകൾ തന്നെ പറഞ്ഞു വയ്ക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ബില്ല് മൂവുകയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു ബില്ല് മൂവുകയും ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ് മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ഈ ക്യൂർ ഫോബിക് മെറ്റീരിയൽസ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ നാളെ നമ്മളെ ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സ് അവർ പഠിക്കുന്ന സബ്ജക്റ്റിൽ പോലും തന്നെ പറയുന്ന ഒരു കാര്യം ഇതൊരു ക്യൂർ ഫോബിക്കാണ്. അപ്പോൾ ആ ചലഞ്ചസ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, അധികം നാളുകളായിട്ടില്ല, വളരെ ശക്തമായിട്ട് നമ്മുടെ നീതിയിലേക്ക് വരുന്നു, നീതിയുടെ സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നു, ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആയിട്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ മാമിനോടും ചോദിക്കാം. ഇപ്പോൾ ഒരു നീതിയെ ആക്സസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ചലഞ്ച് ഫേസ് ചെയ്യും? സാറോട് പറഞ്ഞ പോലെ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ ഇപ്പം കേരള ഹൈക്കോടതിയിൽ PLO ആയിട്ട് മൂവ് ചെയ്തത് ഞാൻ എൻ്റെ സംഘടന മുഖേനയാണ്, സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ സംഘടന മുഖേനയാണ് ഒരു ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് കൃത്യമായ നിർദ്ദേശം നാഷണൽ മെഡിക്കൽ കമ്മീഷന് കൊടുക്കുമായിരുന്നു. അത്തരം ഡെറഗേറ്ററി പാർട്ടുകൾ മുഴുവൻ റിമൂവ് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ചലഞ്ച് എന്താണെന്ന് പലപ്പോഴും തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ പോലീസുകാർ, അധ്യാപകർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, നമ്മൾ നിരന്തരം നമ്മുടെ ഈ പറയുന്ന ജസ്റ്റിസിന് വേണ്ടി സമീപിക്കേണ്ടി വരുന്നത് പ്രാക്ടിക്കലി ഇത്തരം ഉദ്യോഗസ്ഥരിലൂടെയാണ് അല്ലേ. നമ്മൾ പോയി അവരെ പലപ്പോഴും അവർക്കൊരു ധാരണയില്ല എങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് എന്താണ് ട്രാൻസ്ജെൻഡർ എന്നോ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നോ അവരുടെ നിയമവശങ്ങൾ എന്താണെന്നോ ഒന്നും ധാരണയില്ലാത്തൊരു മനുഷ്യന് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും? അപ്പോൾ പല മേഖലകളിലും നിലനിൽക്കുന്ന മനുഷ്യർക്ക് ഇപ്പോഴും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇപ്പം പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ പോയി ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പോലീസുകാരുടെ മനോഭാവത്തിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ട വിഷയമാണ്. എന്നാൽ പോലും ചില പോലീസുകാർക്ക് ഇത്തരം ഒരു നയമുള്ളതിനെ പറ്റിയോ ഒരു നിയമമുള്ളതിനെ പറ്റിയോ വലിയ ധാരണയില്ല, ഏത് രീതിയിൽ ഇവരെ സമീപിക്കണം എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഈ വിഭാഗം ആൾക്കാർ നിരന്തരം നേരിടുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചറിയൽ കാർഡ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിലവിലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ ഇപ്പം ജെൻഡർ ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ പേരിലായിരിക്കും എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കുക എന്നൊക്കെ പറയുന്നത് സങ്കീർണമായ പ്രോസസ്സാണ്. അപ്പോൾ അത്തരം പ്രോസസ്സിലുമൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അത് നമുക്ക് ചെയ്തു തരേണ്ട ആൾക്കാർക്ക് പലപ്പോഴും ധാരണയില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി പോലെയുള്ള ടേമുകളെ
വളരെ കൃത്യമായി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതിൽ വലിയ സാങ്കേതികത്വം പിഴവ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി വലിയ ക്ലാരിറ്റി ഇല്ലാതെ ഉള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പലപ്പോഴും അബദ്ധധാരണകളിലേക്ക്, ഇപ്പം നേരത്തെ സാർ പറഞ്ഞല്ലോ ഇത് മെൻ്റൽ ഡിസോർഡർ ആണെന്നൊക്കെ ആൾക്കാർ പറയും, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനും WHO അടക്കം പറയുന്നത് ഇതൊരു മെൻ്റൽ ഡിസോർഡർ അല്ല, ഇത് ചികിത്സിക്കാൻ പറ്റില്ല, ഇതൊരു ഡൈവേഴ്സിറ്റി മാത്രമാണ്, അതിനെ അതായി തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. പക്ഷേ ഈ ഒരു വസ്തുത അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം എത്ര കുടുംബങ്ങൾക്കറിയാം, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എത്ര പേർക്കറിയാം? അപ്പോൾ അത് ഈ വിഷയത്തിൻ്റെ ഗൗരവം വളരെ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിൽ, അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പിക്കുന്നതിലൊക്കെ ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം ബെനിഫിറ്റ്സ് ഒരുപക്ഷെ അവയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ സ്വാഭാവിക നീതി ലഭ്യമാകുന്നതിൽ വലിയ തടസ്സം ഈ മനുഷ്യർ ഇനിയും നേരിടുന്നത് തുടരും എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അവിടെയാണ് മാഡം ശരിക്കും ഇപ്പോൾ ദിശ പോലത്തെ ഒരു സ്കീമിൻ്റെ ഒരു റെലവൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് വരുന്നത് അവിടെയാണ്. ഇപ്പോൾ പലപ്പോഴും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു വക്കീലിനോട് പോയി സംസാരിക്കുവാനായിട്ടുള്ള ഒരു ഫീസ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ കോടതിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ഫോർമാലിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു കുറച്ച് പൈസ, ഇതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ആ സാമ്പത്തികം ഒരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് വേണ്ടാന്ന് വിചാരിക്കും. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ ടെലി നിയമങ്ങൾ, ന്യായബന്ധു പോലെയുള്ള സ്കീംസ് അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ ഒരു സിഗ്നിഫിക്കൻസ് കാണുന്നത് ഞാൻ അവിടെയാണ്. ഞാൻ ഒരു പേഴ്സണലായിട്ട് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെയുള്ള ചലഞ്ചസ് എന്തെങ്കിലും സംഭവിച്ചിട്ട് നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു സഹായം ലഭിച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം? ഇപ്പോൾ നമുക്ക് തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 2014 ജഡ്ജ്മെൻറ്റിൽ ഈ വിഭാഗം മനുഷ്യർക്ക് പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ സംവരണം അനുവദിക്കണം എന്നുള്ളതാണ്. പക്ഷെ നിയമം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ സംവരണത്തെ പറ്റി എവിടെയും പരാമർശിക്കുന്നില്ല. നിലവിൽ നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും പൊതുവിൽ ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലാണെങ്കിലും ആ വിഭാഗം മനുഷ്യർക്ക് ആ രീതിയിലൊരു സംവരണം കൊടുക്കുന്നില്ല. ഇപ്പോൾ കേരള PSC അടക്കം നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ചില പോസ്റ്റുകളിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്ന് മാത്രം അവർ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. പോലീസ് സേനയിലേക്ക് അല്ലെങ്കിൽ പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു പക്ഷേ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ട്രാൻസ് വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന റൈറ്റ്സ് ഈ മനുഷ്യർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ. നിയമം നിലനിൽക്കുമ്പോഴും അത് കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് ജുഡീഷ്യറിയെ സമീപിക്കേണ്ടി വരുന്നു. എനിക്ക് ആ പരീക്ഷ എഴുതണം. അപ്പോൾ ഇങ്ങനെ എനിക്കത് എഴുതാൻ റൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അതിൻ്റെ അടുത്ത ലെവൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില നിയമസഹായങ്ങൾ പലപ്പോഴും നമ്മൾ ഡെൽസയെ സമീപിക്കേണ്ടി വരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ഇൻപുട്സിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. പക്ഷെ അതും എഡ്യൂക്കേഷനിൽ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്ന ആൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റും. അതെ, വളരെ റീസെൻ്റ്ലി അത്തരത്തിലുള്ള ട്രാൻസ് പുരുഷൻ അയാൾ ഈ പറയുന്ന രീതിയിൽ നിയമപരമായി തന്നെ ആ അംഗീകാരം അയാൾക്കും അവകാശപ്പെട്ടതാണെന്ന് ക്ലെയിം ചെയ്യാൻ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം, ലോകായുക്തയെ സമീപിക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ അവിടെ നിന്ന് അയാൾക്ക് പോസിറ്റീവായി തന്നെയാണ് റെസ്പോൺസ് കിട്ടുന്നത്. അപ്പോൾ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ വിഭാഗം മനുഷ്യരുടെ അപേക്ഷ പ്രത്യേകം സ്വീകരിക്കണമെന്ന് PSCക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അത് നൽസയുടെ വയലേഷനാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആക്ടിൻ്റെ വയലേഷനാണെന്നുള്ളത് ഈ ജുഡീഷ്യറി ആ സ്ഥാപനത്തെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് അത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ ചോദിച്ച് വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം. ഇന്നിപ്പോൾ ഞാനിന്നിവിടെ നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കുറേയധികം മനുഷ്യർ സമൂഹത്തിൻ്റെ പല മേഖലകളിലേക്ക് വരുന്നു, അവർ പലയിടങ്ങളിലും റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായി ജുഡീഷ്യറിയുടെ വിജയം തന്നെയാണ്. ജുഡീഷ്യറിയുടെ ഇടപെടൽ തന്നെയാണ് ഇന്ന് ഈ കാണുന്ന മനുഷ്യരായി അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ജുഡീഷ്യറി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ലഗിത് സർ. സർ, സാറിൻ്റെ ഒരു അനുഭവത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതേപോലെ സാറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടും എന്തെങ്കിലും? ഒരു വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ. അപ്പോൾ അത് വളരെ കളക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്ന പല കേസുകളും. അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഹേറ്റ് ക്യാമ്പയിനിങ് ആണ്. ഹേറ്റ് ക്യാമ്പയിൻ വളരെ അധികമാണ് ഇവർക്കെതിരെ വരുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആളുകൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ട് ചുമ്മാ അങ്ങനെ അസഭ്യം വളരെ വളരെ ഡെറോഗേറ്റീവായിട്ടുള്ള ലാംഗ്വേജസാണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അത് സമൂഹത്തിന് പോയിട്ട്, ഒരു പരിഷ്കൃത സമൂഹത്തിന് പോയിട്ട് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ കൃത്യമായ സമയത്ത് ഇതെല്ലാം ജുഡീഷ്യറി ഇടപെട്ടിട്ടുണ്ട്.
അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അത് കൃത്യമായി കോടതി മുമ്പാകെ എത്തപ്പെടുകയും ചെയ്യുന്ന സമയത്ത് കോടതി അതിൻ്റേതായ നിർദ്ദേശങ്ങൾ നൽകുകയും അത് പരിഹരിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കോടതി ജുഡീഷ്യറി ഭാഗത്തുനിന്നൊരു ഇടപെടൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊരു റീസെൻ്റ്ലി ഒരു കേസ് അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ വളരെയധികം ഇഷ്ടംപോലെ കാര്യങ്ങൾ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ചില തമാശയ്ക്ക് പോലും ചില ആൾക്കാർ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, അത് അവർ വിചാരിക്കുന്ന അവരൊരു തമാശ രൂപേണ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു ബോധവൽക്കരണം ശരിക്കും ആവശ്യമില്ല. നമ്മളിപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു 10 വർഷം കഴിഞ്ഞു, മാഡം പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, ഇപ്പോഴും വെല്ലുവിളികളുണ്ട്. ഒരു ബോധവൽക്കരണം, ഇപ്പോൾ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ട്രാൻസ്ജെൻഡേഴ്സിലേക്കും സമൂഹത്തിലേക്ക് പൊതുവെ ഇത് എന്താ പറയുക മാറ്റി നിർത്തേണ്ടപ്പെടേണ്ടതല്ല, നമ്മൾ ഒന്ന് തന്നെയാണ്. ഈ ഒരു ബോധവൽക്കരണം നമുക്ക് എങ്ങനെ നടത്താൻ സാധിക്കും ശരിക്കും? എനിക്കൊന്ന് ബോധവൽക്കരണം ഒരു മൾട്ടി സ്ട്രാറ്റജിക്കായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ് ശരിക്കും ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ക്യൂർ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നത് നിലവിൽ കേരളം ഇന്ത്യയിൽ ഈ വിഷയത്തിൽ കുറച്ചധികം പ്രോഗ്രസീവായി മുന്നോട്ട് പോയിട്ടൊരു സംസ്ഥാനമാണ്. കാരണം ഇപ്പം ഞാനിവിടെ ജീവിക്കുന്നത് കൊണ്ട് 5 വർഷം മുൻപുണ്ടായിരുന്നൊരു സാമൂഹ്യ സ്വീകാര്യതയല്ല ഇന്ന് സമൂഹത്തിലുള്ളത് എന്നതിനെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാനും എനിക്ക് ഫീൽ ചെയ്യാനും സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത് ആ രീതിയിൽ നടത്തപ്പെട്ട നിരവധിയായിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളടക്കം നടത്തുന്നുണ്ട്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകരെ, പോലീസുകാരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റവും താഴെത്തട്ടിലേക്കടക്കം ഈ വിഷയം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇന്ത്യയിലാകമാനം വിവിധ ഇടങ്ങളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അക്കാഡമിക് മേഖലയിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ആ വിഷയം എത്തിക്കുക എന്നുള്ള രീതിയിൽ വളരെ ഒരു മൾട്ടി ലെയർഡ് അപ്രോച്ച് എന്നുള്ള നിലയിൽ പല മേഖലകളിലും പല വകുപ്പുകളും അത് വളരെ ക്രിയാത്മകമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാഷയിൽ തന്നെ പദപ്രയോഗങ്ങളടക്കം ഏതൊക്കെ രീതിയിലേക്ക് കൂടെ മാറി വരേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ജെൻഡർ ഇൻക്ലൂസീവായി തന്നെ വരേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ശ്രീമാനെന്നോ ശ്രീമതി എന്നോ മാത്രം പറയുന്നതിനപ്പുറത്തേക്ക് എല്ലാ വിഭാഗം മനുഷ്യരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പല ടേമുകളുടെ അഭാവം നമുക്കുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്ക് പോലൊരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് കോമൺലി ചിലപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് പോകാറുണ്ട്. പക്ഷെ ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്ക് ഒരു അഡ്ജക്റ്റീവായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെന്നോ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് എന്നോ ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് എന്നോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വാക്കിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലും നമുക്ക് ഒരുപാട് പേർക്ക് ധാരണയില്ലാത്തൊരു പ്രശ്നമാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രൊനൗൺസ് അടക്കം യൂസ് ചെയ്യുന്നത് വഴി ഏതൊക്കെ രീതിയിലാണ് ആ മനുഷ്യർക്ക് ഒരു കംഫർട്ടബിൾ സോണിലേക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് എന്നടക്കമുള്ള വിഷയത്തെ ബോധവൽക്കരണ ഭാഗമായി കൊണ്ടുവരണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മുടെ കരിക്കുലം, അതിനകത്തേക്ക് കാര്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. കാരണം ഈ മനുഷ്യരെ പറ്റിയുള്ള പരാമർശങ്ങൾ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാകണം. പ്രത്യേകിച്ച് ലാൻഡ്മാർക്കായിട്ടുള്ള ഇത്തരം ജഡ്ജ്മെൻറ്റുകൾ പഠന വിഷയമാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു സാഹിത്യ മേഖലയിൽ നിന്ന് ഒരുപാട് പേർ ഇത്തരം വിഭാഗത്തിലുള്ള മനുഷ്യർ എഴുതുന്നുണ്ട്. അവരുടെ കവിതകൾ, കഥകളൊക്കെ തന്നെ വേറൊരു മാനം നൽകുന്നതാണ്. നമ്മൾ ഇതുവരെ കണ്ടു പരിചയിച്ചിരിക്കുന്ന സാഹിത്യ സൃഷ്ടികളല്ല. അതൊക്കെ തന്നെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വരുമ്പോൾ അത് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നു, അത് ഒരുപാട് പേരിലേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു. അത് വലിയൊരു ബോധവൽക്കരണം കൂടിയാണ്. അപ്പം ആ രീതിയിലുള്ള അപ്രോച്ചുകൾ ഒരുപക്ഷെ അനിവാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. സർ, ഈ അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെ ബോധവൽക്കരണം നടത്താം? നിയമങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇപ്പോൾ മാഡം ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പക്ഷേ എല്ലാവരുടെയും അവസ്ഥ ആവണമെന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ ബോധവൽക്കരിക്കാം? ശരിക്കും പറഞ്ഞാൽ ബോധവൽക്കരണം സമൂഹത്തിനാണ് ആവശ്യം. കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആക്ട് എന്ന് പറയാൻ ട്രാൻസ്ജെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടാണ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ റൈറ്റിനെ ഹനിക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഇങ്ങനൊരു ആക്ട് വരുന്നത്. ആരാണ് ഹനിക്കപ്പെട്ടത്? ഇവിടുത്തെ മെജോറിറ്റി. അപ്പോൾ ആ മെജോറിറ്റിക്കിനെയാണ് ആദ്യം ബോധവൽക്കരണം നടത്തേണ്ടത്. നമ്മുടെ സെക്ഷൻ 3 പ്രൊഹിബിഷൻ ഓഫ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. വിവേചനത്തിനെതിരെ ഉള്ള പ്രൊഹിബിഷനാണ് പറയുന്നത്. അതിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നില്ല. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ഇവിടെയെല്ലാം വിവേചനം നേരിടുന്നു. ഈ സെക്ഷനിൽ തന്നെ പറയണമെന്നുണ്ട്, ഡിനൈൽ മാത്രമല്ല ഡിസ്കണ്ടിന്യൂഷൻ വാക്കുകൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഡിനൈൽ മാത്രമേ പറയാറുള്ളൂ. ഡിസ്കണ്ടിന്യൂഷൻ വാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഓറിയൻറ്റേഷൻ അദ്ദേഹം വെളിപ്പെടുത്തുന്ന സമയം അദ്ദേഹം ഒരു ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് അകറ്റപ്പെടുകയാണ്. അതാണ് ഡിസ്കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലും തെറ്റാണ്. അതുകൊണ്ടാണ് ആ ഡിസ്കണ്ടിന്യൂഷൻ വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബോധവൽക്കരണം
ഈ നിയമത്തെപ്പറ്റി ബോധവൽക്കരണം, ഇതിൻ്റെ കാര്യങ്ങളെ എല്ലാ രീതിയിലുള്ള സാമൂഹികമായ ബോധവൽക്കരണം, സൈക്കോളജിക്കലായിട്ട് ബയോളജിക്കലായിട്ട് ബോധവൽക്കരണം, ഇതെല്ലാം മെജോറിറ്റിയുള്ള ഈ സമൂഹത്തിലേക്കാണ് ആദ്യമേ കൊടുക്കേണ്ടത്. കാരണം ട്രാൻസ്ജെൻഡർ സമൂഹം വളരെ കണ്ടെയ്ൻഡാണ് ആ കാര്യങ്ങൾക്ക്. അവർക്ക് അവരുടെ അവകാശങ്ങളെ പറ്റി വളരെ അത്യാവശ്യം അറിയാം. അവരുടേതായ സംഘടനകളും ബാക്കിയുള്ള കാര്യങ്ങളും അതുപോലെ ന്യായബന്ധു, കെൽസ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ മികച്ച രീതിയിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇടപെടാത്ത സമൂഹം എന്ന് പറയുന്നത് മെജോറിറ്റി സമൂഹമാണ് അഭിപ്രായമാണ് എനിക്കുള്ളത്. മനസ്സിലായി. चाचा प्रणाम। प्रणाम। चाचा ड्यूटी जा रहे हैं, बिटिया का ध्यान रखिएगा। ठीक है, कोई बात नहीं, आपकी बेटी हमारी बेटी। जाओ बिटिया। ओए होए कहाँ चली? मेरा नाम गीता है। मैं छेड़छाड़ से परेशान हूँ, मेरी मदद कीजिए। भारत में कई ऐसे कानून हैं जो महिलाओं एवं बच्चों के सशक्तिकरण एवं संरक्षण के लिए बनाए गए हैं। अगर आपको और सहायता की जरूरत है तो कानूनी सलाह के लिए लीगल एडवाइस को चुनें और कोर्ट में वकील के प्रतिनिधित्व के लिए लीगल असिस्टेंस पर क्लिक करें। अगर आपको अब भी किसी मानवीय सहायता की जरूरत है तो आप हमारे इस टेली फैसिलिटेशन सर्विस के तहत IVRS बेस्ड हेल्पलाइन सॉल्यूशन को चुन सकती हैं। इसके लिए आप 14454 डायल करें। धन्यवाद। नमस्कार, मैं आशीष आपकी किस तरह से सहायता कर सकता हूँ? मेरा नाम गीता है। मैं छेड़छाड़ से बहुत परेशान हूँ, मेरी मदद कीजिए। आपके मामले को देखते हुए आपकी बात अपने काउंसलर से कराता हूँ। आप अपनी बात इनसे खुलकर कहिए, इससे आप अपने आप में आत्मविश्वास महसूस करेंगी। इसके पश्चात मैं आपको लॉयर से कनेक्ट करा दूँगा। लोगों तक न्याय की पहुंच को और आसान करने के लिए न्याय विभाग भारत सरकार की पेशकश न्याय सेतु, एकदम गोपनीय और सुरक्षित माध्यम, जिसे समाज के सभी वर्गों के साथ साथ खास तौर पर दिव्यांगों, महिलाओं, बच्चों और वरिष्ठ नागरिकों सहित सभी जरूरतमंदों को ध्यान में रखकर डिजाइन किया गया है। न्याय सेतु एक ऐसा प्लेटफॉर्म जहां कानूनी जानकारी, टेली लॉ और न्याय बंधु की सभी सेवाओं का है समागम। न्याय सेतु, सभी होंगे अब और सशक्त। न्याय पाने की राह अब होगी आसान। ട്രാൻസ്ജെൻഡേഴ്സ് കുട്ടികൾ അവരുടെ ഒരു ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു മെഡിസിൻ പഠിക്കുന്നു, കുട്ടികളുടെ ഒരു ജീവിതം ശരിക്കും ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ യാതൊരു കാരണവശാലും 18 വയസ്സ് പൂർത്തിയാകാത്തൊരു കുട്ടിയെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഫാമിലിക്ക് അധികാരമില്ല. അവിടെ നിലനിൽക്കുന്ന ജുവനൈൽ നിയമം ഈ വിഭാഗം മനുഷ്യർക്കും കൂടെ ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് ഇഷ്ടപ്രകാരം എനിക്കിനി കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് വളർത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം വളരെ കൃത്യമായി തന്നെ ആ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള വകുപ്പ് അതിനു വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവുകൾ എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം CWC അടക്കമുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളടക്കം അതിനകത്ത് വളരെ കാര്യമായി തന്നെ ഇടപെടേണ്ടതുണ്ട്. നിലവിലിപ്പം നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സംവരണം അനുവദിച്ചതുകൊണ്ട് തന്നെ വിവിധ കോളേജുകളിൽ വിവിധ കോഴ്സുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ RLV കോളേജുകൾ പോലെയുള്ള
ഇടങ്ങളിലൊക്കെ ഏകദേശം 10-16ഓളം കുട്ടികൾ വിവിധ മേഖലകളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് സ്കോളർഷിപ്പ് അടക്കം എൻഷുർ ചെയ്യുന്നുണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് നിൽക്കുന്ന ഏകദേശം ഒരു 60% പേരുണ്ടെന്നാണ് കണക്ക്. 60% ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അവർക്കൊരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം സമന്വയ എന്ന പേരിൽ നടത്തുന്നുണ്ട്. അവർക്കും സ്കോളർഷിപ്പ് കൊടുത്ത് അവരെയും ഒരു ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപ്പർ ലോവർ ഏജ് ലിമിറ്റൊക്കെ തന്നെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ഈ റിസർവേഷൻ്റെ ബേസിസിൽ ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസപരമായി മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന സംവിധാനങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. അപ്പോൾ അവിടെ യാതൊരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൻഷുർ ചെയ്യുകയും കൂടെ വേണം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവർക്ക് കൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസപരമായി അത് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു, ഇപ്പം ഞാനൊക്കെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങേയറ്റം സങ്കീർണവും മോശവുമായിരുന്നു. ശരിക്കും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല മൊമെൻറ്റ്സ് ഒന്നും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊന്നും എനിക്കുണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന രീതിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അധ്യാപകരുടെയും മറ്റ് സഹപാഠികളുടെ ഭാഗത്ത് നിന്ന് അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വളരെ കാര്യമായിട്ടിന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു അരമണിക്കൂറിൽ നിർത്തേണ്ട വിഷയമല്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തീർച്ചയായിട്ടുള്ളൊരു ബോധമുണ്ട്. പലതും എനിക്ക് പുതിയ അറിവായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള എനിക്ക് പോലും പല കാര്യങ്ങളും പുതിയതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരം പരിപാടികൾ ഇനിയും നമ്മൾ നടത്തേണ്ടതായിട്ടിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും രണ്ടുപേരോടും ഒരുപാട് നന്ദി. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ നോളജും ഒക്കെ ഷെയർ ചെയ്തതിന്, പ്രേക്ഷകർക്കും ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം. ദിശ, പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്.